നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ചുങ്ക് ജ്വല്ലറി ലേഡീസ് അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ശരിക്കും എല്ലാവർക്കും അവരവരുടെ കുഞ്ഞു കുഞ്ഞു ലോകത്തിലേക്ക്, അവരുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ലോകത്തേക്ക് ഒതുങ്ങിക്കൂടാനാണ് എല്ലാവർക്കും താല്പര്യം. എല്ലാവരും ഒരു വെർച്വൽ വേൾഡിലാണ് ആക്ച്വലി ജീവിക്കുന്നത്. സത്യം, അതെ. അതുകൊണ്ട് തന്നെ ശരിക്കും എന്താണ്, ഹാപ്പിനെസ് ആണെങ്കിലും എല്ലാം വളരെ നൈമിഷികമാണ്. ഒരു സ്ക്രീനിലൂടെ കാണുന്ന സന്തോഷമാണ് പലപ്പോഴും പലർക്കും സന്തോഷം നൽകുന്നതും. ഒരു സ്ക്രീനിലൂടെ കാണുന്ന വികാരങ്ങളാണ് പലപ്പോഴും അസൂയയായിട്ടും അല്ലെങ്കിൽ ഇതായിട്ടും എല്ലാം പ്രതിഫലിക്കുന്നത്. പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാൻ സാധ്യതയില്ല, പലർക്കും അറിയുന്നില്ല. പകരം ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ നമുക്കുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അകലെയുള്ള സുഹൃത്തുക്കളാണ് നമുക്കുള്ളതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അകലെയുള്ള സുഹൃത്തിനേക്കാൾ നല്ലത് അടുത്തുള്ള ശത്രുക്കളാണ്. കാരണം നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിയെത്താൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഇന്നത്തെ ആളുകളിൽ പലർക്കും വളരെ വിരളമാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും എന്താണ്, വളരെ ഷാലോ ആണ്, ഒരു ആഴമില്ലാത്തതാണ് നമ്മളുടെ വികാരങ്ങളും. ശരിക്കും ഒരു ഫേസ്ബുക്ക് കണ്ട് നമുക്കൊരാളോട് അസൂയ തോന്നുന്നെങ്കിൽ അത് എത്രത്തോളം, അത് ഇപ്പോൾ ഒരു പിക്ചർ ഒരാൾ വളരെ 2 ഡയമെൻഷനലായിട്ട്, അതായത് ലെങ്ത്തും ബ്രെത്തും മാത്രമുള്ള ഒരു പടം കണ്ടിട്ട് നമുക്ക് അസൂയ തോന്നുമെങ്കിൽ അത് നമ്മുടെ ഒരു പക്വത അല്ലെങ്കിൽ പാകതയില്ലായ്മയാണ് അതിനെ പ്രതിപാദിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്തരത്തിലുള്ള വികാരങ്ങളിലേക്ക് നമ്മൾ പോകാതെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ജീവിതമുണ്ട്, നമുക്ക് കണ്ടും കേട്ടും തൊട്ടും അനുഭവിക്കാൻ പറ്റുന്ന ലോകം നമുക്ക് ചുറ്റുമുണ്ട്. ആ ലോകത്തിലേക്ക് പോകാതെ പലരും ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ ലോകം ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് ലോകത്തിൽ വിരാജിക്കാനാണ് ഒരുപാട് പേർ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഇന്റർനെറ്റ് ലോകം നമുക്ക് നൽകുന്ന ചില അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബ്ലൂ വീൽ ചലഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു കാര്യമാണ് സംസാരിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം, ഞാൻ ഷജന മഹേഷ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് സ്വദേശം. ചേച്ചിയായ പഴശ്ശിയുടെ ഭാഗമായി ഇന്നിവിടെ ഒരു കുക്കറി ഷോ എനിക്ക് ചെയ്യാൻ ഒരവസരം വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ചിക്കൻ കോറിയൻഡറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉള്ളി, അത് സവാള, ഇത് രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായി അരിഞ്ഞിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, നീളത്തിലരിഞ്ഞ 3 പച്ചമുളക്, വെളുത്തുള്ളി, വട്ടത്തിലരിഞ്ഞ ചെറിയ വെളുത്തുള്ളി, കുരുമുളക് പൊടി, കോൺഫ്ലവർ പൗഡർ, മൈദ, പിന്നെ ആവശ്യത്തിന് എണ്ണ, ഉപ്പ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഇഞ്ചി, പിന്നെ ഇത് മല്ലിച്ചപ്പിൻ്റെ പേസ്റ്റാണ്. ഇതാണ് മെയിനായിട്ട് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ മല്ലിച്ചപ്പിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇത്രയും അരച്ച പേസ്റ്റാണിത്. ഈ ചിക്കൻ ഞാനിവിടെ ഒരു അരമണിക്കൂർ മുന്നേ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഗ്നേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനം എന്ന് പറയുമ്പം ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ, പിന്നെ അതുപോലെ തന്നെ അതേ അളവിൽ മൈദ, അല്പം കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് 1-2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ മുന്നേ ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. നമുക്കിനി ഈ ചിക്കൻ കോറിയൻഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ആദ്യം തന്നെ ഹാഫ് ഫ്രൈ ആയിട്ട് മാറ്റി വെക്കേണ്ടതാണ്. നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു എണ്ണ എടുക്കുക. എണ്ണ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ, 2 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം കൂടി ഒന്ന് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹാഫ് ഫ്രൈ ആയിരിക്കണം, ഫുള്ളാവണ്ട. പിന്നെ മസാലയിലിട്ട് വീണ്ടും ചെയ്യുന്നതുകൊണ്ട് ഹാർഡായി പോകും.
ഏകദേശം പകുതി വേവുകളായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ അടുത്ത സവാള, ഇത് 3 ഉള്ളിയാണ്, ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഉള്ളി, അത് വഴറ്റാം. എണ്ണ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ചങ്ങ് മാറ്റി വെക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ. കുറച്ച് ഉപ്പ് ചേർക്കുക. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു 2, 3, 4 അല്ലി വെളുത്തുള്ളി അത് ചേർക്കുക. പിന്നീട് അതുപോലെ തന്നെ ഇഞ്ചി, ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, അതേപോലെ 3 പച്ചമുളക്, നീളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്ന 3 പച്ചമുളക് അതുകൂടി ചേർക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ എരിവിന് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ്, പിന്നീട് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, അത് 3ഉം കൂടി നന്നായി മിക്സിയിലിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റാണിത്. ഈ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ 250 ഗ്രാം മല്ലിച്ചപ്പുകൾ ഇതിനാവശ്യമാണ്. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മല്ലിച്ചപ്പ് അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക, ആ പച്ച ചുവ മാറുന്നത് വരെ. ഒരു സ്പൂൺ, 1.5 ടൊമാറ്റോ സോസ്, പിന്നെ അതുപോലെ ചില്ലി സോസ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പകുതി വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊരു ബ്രൗൺ ഗ്രീൻ ബ്ലാക്ക് ഗ്രീൻ കളറിലാണ് കാണാനുണ്ടാവുക. കുറച്ചുകൂടി ഇത് 2 മിനിറ്റ് നേരം അതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിക്കും. നമ്മുടെ ചിക്കൻ കൊറിയൻഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചിക്കൻ കൊറിയൻഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.